പാരബിൾ ഓഫ് ദ സോവറിന് ഒരു ബൈബിൾ പണ്ഡിതൻ നൽകുന്ന തലക്കെട്ട് പാരബിൾ ഓഫ് ദ കെയർലെസ് സോവർ എന്നാണ്. ശ്രദ്ധയില്ലാത്ത വിധക്കാരൻ. നല്ല നിലത്ത് വീഴേണ്ട വിത്തുകൾ കുറേ അധികം വഴിയിലും പാറപ്പുറത്തും മുൾച്ചെടികൾക്കിടയിലും വീഴ്ത്തിയ വിധക്കാരൻ ശ്രദ്ധയില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തേ? അപ്പോൾ ശ്രദ്ധയില്ലാത്ത വിധക്കാരനല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ശ്രദ്ധയില്ലാത്ത വിധക്കാരുണ്ട്. അവരുടെ പേരാണ് ഗ്രാൻഡ് പാരൻസ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി എന്നെ വിളിച്ചായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ വീട്ടിലെല്ലാവരും എന്നോട് വഴക്കാണ്, ആരും എന്നോട് മിണ്ടുന്നില്ല. എന്താ കാരണം? ഞാൻ എല്ലാ ദിവസവും ജോമാലയിൽ കൊണ്ടൊന്ന് വാശി പിടിക്കും, പള്ളിയിൽ സമയത്ത് കൊണ്ടൊന്ന് വാശി പിടിക്കും, പള്ളിയിൽ നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടൊന്ന് വാശി പിടിക്കും. അതുകൊണ്ട് പേരക്കുട്ടികൾക്ക് എന്നെ ഇഷ്ടമല്ല, സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? ഞാൻ ഇനിയും വാശി പിടിച്ചുകൊണ്ടിരിക്കും, കുഴപ്പമില്ല. ഇതാണ് ശ്രദ്ധയില്ലാത്ത വിധക്കാരെന്ന് പറയാം. സ്വീകരിക്കില്ലോ എന്നുള്ളവർ നോക്കുന്നില്ല, അവർ വിതച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ഗ്രാൻഡ് പാരൻസിനോടും പറയാനുള്ള അതാണ്, നിങ്ങൾ വിതച്ചുകൊണ്ടേയിരിക്കുക. കാരണം നമ്മുടെ കുട്ടികൾ ഇന്ന് ജീവിക്കുന്ന ഫീൽഡ് അത് ഇൻ്റർനെറ്റ് ഫീൽഡാണ്. അവിടുത്തെ കണ്ടൻറ്റ് വളരെ മോശമാണ്. ഒരുപക്ഷെ നിങ്ങളിടുന്ന വിത്ത് മാത്രമായിരിക്കും നിലനിൽക്കാൻ പോകുന്നുള്ളൂ. എൻ്റെ ഇടവക പള്ളിയുടെ തൊട്ട് മുന്നിലൊരു കടയുണ്ട്, മാത്തപ്പൻ ചേട്ടൻ്റെ ചായക്കട. ചില്ലും കൂടി നിറയെ പലഹാരങ്ങളാണ്. എന്നോട് എൻ്റെ അനിയനോടും അപ്പവും പറയായിരുന്നു, രാവിലെ എൻ്റെ കൂടെ പള്ളി വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ മാത്തപ്പച്ചേട്ടൻ്റെ കടയിൽ നിന്ന് പഴംപൊരിയും പാലും വെള്ളം വാങ്ങിത്തരാം. അങ്ങനെ കുഞ്ഞുനാളിൽ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവും, പാലും വെള്ളവും പഴംപൊരിയും കഴിക്കാനാണ്. ഇന്നോർക്കുമ്പോൾ എൻ്റെ ദൈവവിളിയിലേക്കുള്ള ആദ്യ വഴി വെട്ടിയത് എൻ്റെ അപ്പൂപ്പനാണ്. ഇന്ന് ഈശോയുടെ ഗ്രാൻഡ് പാരൻസായ ജോവാക്കിമിൻ്റെ അന്നയുടെയും തിരുനാളാണ്. ഫ്രാൻസിസ് പാപ്പ ഈ വർഷത്തെ ഗ്രാൻഡ് പാരൻസ് ഡേക്ക് നൽകുന്ന സന്ദേശം സങ്കീർത്തനം 71:9, വാർദ്ധക്യത്തിൽ ഞങ്ങളെ തള്ളിക്കളയരുതേ. ഇതൊരു കരച്ചിലാണ്, ഈ ലോകത്തുള്ള എല്ലാ ഗ്രാൻഡ് പാരൻസിൻ്റെ കരച്ചിലാണ്. വാർദ്ധക്യത്തിൽ ഞങ്ങളെ തള്ളിക്കളയരുതേ.